അടുത്ത ഒരു നമ്പർ കൂടിയോ, എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെയാണ് പ്രണയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ചുറ്റുമിരിക്കുന്ന കുട്ടികൾ ആരും ചോദിക്കുന്നു പോലുമില്ല കേട്ടോ. ആ കുഞ്ഞബ്ദുള്ള ഒരു കാര്യം ചെയ്തെങ്കിലും മൂലയ്ക്ക് പോയിരുന്നു സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കെ, ഞാൻ മതിയാക്കണോ തുടങ്ങണോ എന്നത് ഞാൻ തീരുമാനിക്കുന്നതാണ് കേട്ടോ. സുരേഷ് ഒരിടത്ത് മിണ്ടാതിരുന്നാൽ ഇരിക്കാം, അഭിപ്രായങ്ങൾ പറയാം, അതല്ലാതെ എന്നെ ഭരിക്കാൻ വരരുത്, പറഞ്ഞ് ഞാൻ പുറത്തേക്ക് വിടും. എനിക്കൊരു പണിയുമില്ല, ഇതാണ് എൻ്റെ പണി. എന്തേ വൺ ഇന്ത്യ ചാനൽ ചോദിക്കുക, ഒരു പണിയുമില്ലെന്ന്. എൻ്റെ പണിയൊക്കെ നീയാണോ ചെയ്യുന്നത്? സുരേഷ് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലായത്. കണ്ടോ, എന്തിനാണ് ഒരു മതത്തെ കുറ്റം പറയുന്നത്? ഇതിനകത്ത് എവിടെയാടാ മതം വന്നത്? എവിടെ? എന്ത് ഞാൻ പറഞ്ഞടാ? ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എന്തു മതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇപ്പൊ സുരേഷ് ആരാണെന്ന് മനസ്സിലായില്ലേ? സുരേഷിന്റെ ഫേക്ക് ഐഡി ആണെന്ന് മനസ്സിലായില്ലേ? സുരേഷ് ഇസ്ലാമിനെ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ ലവ് ജിഹാദിനെ സംബന്ധിച്ചിട്ടല്ലേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ഫർഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 64 പേരെ പ്രണയത്തിലാക്കി സെക്സ് ജിഹാദിനകത്താക്കിയ വാർത്ത മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് സുരേഷ് എന്തൊക്കെയോ അലർജിയുമായിട്ട് വന്നിട്ടുണ്ട്. ബുഖാരി വന്നിട്ടുണ്ട്, ഇനിയും ബുഖാരി തന്നോളൂ. നിങ്ങൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇവിടെ മതം നോക്കുന്ന ക്യാമ്പയിൻ ഒന്നുമില്ല. സുരേഷ് എന്ന് മൊത്തം നമ്മളെ ആകെ വെകിളി പിടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബുഖാരി നോക്ക്, അല്ലെങ്കിൽ പറഞ്ഞുവിട്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഇഷ്ടമുണ്ടാവുക എന്നത്. നിങ്ങൾക്കൊരു ഡിക്ഷണറി തന്നാൽ ആ ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദം ഏതാണ്? ഏതായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള പദം? ഡിക്ഷണറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള പദം ഏതായിരിക്കും? മഫ്ത, പർദ്ദ, ചുരിദാർ, ഗോൾഡ്, കാറ്, മൊബൈൽ ഫോൺ, ഏതാ? പണം. ഡിക്ഷണറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള പദം ഏതാ? ഏതാ? സ്നേഹം എന്നാണ്. അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഓക്കെ, പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും അധികം, സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും അധികം ആവശ്യമുള്ള ഒന്നാണ്. അതിനുവേണ്ടി ശരീരത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനാണ് ന്യൂറോ കെമിസ്ട്രി ഓഫ് ലവ് എന്ന് പറയുന്നത്, ന്യൂറോ ബയോളജി എന്ന് പറയുന്നത്. അത് പറയാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് ആ ഭാഗം ഞാൻ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയണം, പ്രണയം എന്തിനു വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചത്? ആണ് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, പെണ്ണ് ആണിനെ ഇഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് സംവിധാനിച്ചത്? അല്ല, ഉസ്താദ് ആദ്യം പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ ആയിരുന്നോ? അള്ളാഹുവിനെ പ്രണയിക്കണം എന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിനെ പ്രണയിക്കാനല്ലേ പറഞ്ഞത്? ഇപ്പൊ അദ്ദേഹം പറയുന്നു ആണ് പെണ്ണിനെ പ്രണയിക്കുന്നു, പെണ്ണ് ആണിനെ പ്രണയിക്കുന്നു എന്ന്. അപ്പം അള്ളാഹു ഏത് വിഭാഗത്തിലാണ് വരിക? അള്ളാഹുവിനെ എന്തുദ്ദേശിച്ചിട്ടാണ് പ്രണയിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, പ്രണയം എന്താണെന്നും ഇഷ്ടം എന്താണെന്നും സ്നേഹം എന്താണെന്നും ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ലോകത്ത് മനുഷ്യ സമൂഹം നിലനിൽക്കാൻ വിവാഹബന്ധം ഏറ്റവും ശക്തമാകുന്നതിന് വേണ്ടിയാണ് ഇതുണ്ടായത്. ഓക്കെ, ഇത് അല്ല, അള്ളാഹുവിനെ പ്രണയിച്ചത് കൊണ്ട് അടുത്ത ജനറേഷൻ ഉണ്ടാകുമോ? ഉസ്താദിൻ അള്ളാഹുവിനെ പ്രണയിക്കണം എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞത്? ആദ്യമായി ഏറ്റവും നന്ദിയുള്ള ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ പ്രണയിക്കണമെന്നാ പറഞ്ഞത്. അപ്പോഴെങ്ങനെയാ അടുത്ത ജനറേഷൻ ഉണ്ടാകുക? ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ അല്ലേ? ശരി. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് പെണ്ണ് ആര് ആണ് ആര് എന്ന് ശരീരത്തിന് പ്രശ്നമില്ല. എനിക്ക് വിശക്കുമ്പോ അന്യന്റെ തെങ്ങിൽ നിന്ന് ഇളനീരിട്ട് കുടിച്ചാൽ എന്റെ ദാഹം മാറുമല്ലേ? മാറും. ഞാൻ മോഷ്ടിച്ച കാറ് ഓടിച്ചു പോയാൽ കോഴിക്കോട് എത്തുമോ അല്ലേ? എത്തും. പക്ഷേ രണ്ടും തെറ്റല്ലേ? കാര്യം നടന്നോ? പക്ഷെ രണ്ടും തെറ്റല്ലേ? യെസ്. എന്ന പോലെ പ്രേമിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് അല്ലെ? ഡോപ്പോമിൻ, ലിംബിക് സിസ്റ്റം, ഇങ്ങനെ കുറെ സംഗതികൾ മനുഷ്യന്റെ ശരീരത്തിൽ സംവിധാനിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. പക്ഷെ ഇത് എങ്ങനെയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് കൃത്യമായി മതം നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ ഡ്രൈവറായ മനസ്സിനെയും തലച്ചോറിനെയും കൃത്യമായി ഇത് പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്നതിനാണ് ബാക്കി നിങ്ങൾ ഓതണം. തെറ്റേതാണെന്ന് കൃത്യമായി പഠിപ്പിക്കണം. ശരി ഏതാണെന്ന്, സൂക്ഷ്മത ഏതാണെന്ന് കൃത്യമായി പഠിപ്പിക്കണം. പക്ഷേ നമ്മുടെ ക്യാമ്പസിലോ, എന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു, നമ്മുടെ ക്യാമ്പസിലോ എന്താ സംഭവിക്കുക? ആദ്യം ഒരുത്തി ഇങ്ങനെ വരും, ഒരു പെണ്ണിങ്ങനെ വരുമ്പോ ആടാ വളക്കടാ പറ്റണതാടാ കുഴപ്പമില്ലടാ. ലച്ചു പറഞ്ഞു കഴിഞ്ഞു കൃത്യമായിട്ട് അതിന്റെ മറുപടി. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും, പ്രണയിക്കും. അതിനകത്ത് ജാതിയും മതവും കൊണ്ടുവരുമ്പോഴാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. സുരേഷ്
താങ്കളുടെ ഐഡന്റിറ്റി ഇവിടെ ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഞങ്ങൾ 24 മണിക്കൂറും നിങ്ങളെ പോലെയുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാനും ഫേക്ക് ഐ ഡി ആരാണ് റിയൽ ഐ ഡി ആരാണെന്ന് നോക്കാനും വേണ്ടിയിരിക്കുന്ന ആൾക്കാരല്ല. തന്റെ വാട്സാപ്പ് നമ്പറോ തന്റെ ഫോൺ നമ്പറോ ഒന്നും ഇവിടെ ആവശ്യമില്ല. തന്റെ അഡ്രസ്സും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മളെല്ലാവരും. പ്രേമരാജനും അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും താങ്കളുടെ ഒരു വിശദീകരണവും ഇവിടെ ആവശ്യമില്ല. ഞങ്ങളുടെ സംസാരം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുക എന്ന ഒരു ഇന്റൻഷനുമായിട്ട് ഇറങ്ങിയതാണ് താങ്കളെന്ന് നമുക്ക് മനസ്സിലായി. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കുന്നു. അതിൽ നിന്ന് വിഭിന്നമായി ഇവർക്ക് മാത്രം എല്ലാത്തിനും മതമുള്ളത് പോലെ തന്നെ ഇതിലും ഇവർക്ക് മതമുണ്ട്. അഫ്സൽ വഅലൈക്കും അസ്സലാം എന്ന് പറയും. ഒരു പെണ്ണ് ആണിനെ കാണുമ്പോഴും ചെക്കൻ, ചൊങ്കൻ, ചങ്കൻ, ചങ്ക് ഇങ്ങനെയൊക്കെ പറയും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? ചെന്നിട്ട് പലതരത്തിലുള്ള സംസാരങ്ങൾ സംസാരിച്ചോ മറ്റോ ഒക്കെ ചെറിയ തരത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവിടെ ഉണ്ടാകും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് തന്നെ വരിഞ്ഞു മുറുക്കിയത് കൊണ്ടാണ്. യെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് നമ്മളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒന്ന്, പേര് ചോദിക്കും, സംസാരിക്കുമ്പോൾ രണ്ടുപേരുടെയും മനസ്സെടുക്കും അല്ലെ. മനസ്സെടുക്കും. ആ മനസ്സെടുപ്പം എന്താകും? ഒരു അട്രാക്ഷൻ എന്ന് പറയും. വന്നടാ, പോയടാ, നോക്കടാ എന്നൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. നിങ്ങളൊക്കെ വലിയ നല്ല കുട്ടികളാണ്. ഞാൻ ഏതായിരുന്നാലും ഈ നല്ല കുട്ടികളായ 1200 കുട്ടികളെ ദിവസം കാണുന്നതാണ് ക്യാമ്പസിൽ. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാകും. ആ അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഹോർമോൺ വരും. അതിനാണ് ഡോപ്പമിൻ എന്ന് പറയാം. എന്താ ഡോപ്പമിന്റെ പണി? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എളുപ്പമാക്കി തരുന്ന ഒരവസ്ഥ. പിന്നെ കണ്ണ് കാണാതാവും, യാഥാർത്ഥ്യബോധ്യം നശിക്കും അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ചെക്കനും ചില ആണും ചില പെണ്ണും പ്രേമിച്ച് നടക്കും. നമ്മളിങ്ങനെ ദൂരത്ത് നോക്കിയിട്ട് പറയും ഒരു നിലക്കും യോജിക്കൂലട്ടോ എന്ന്. പക്ഷെ പെണ്ണിനോട് ചോദിക്കുകയാണ്, ഈ ഓന്റെ ഒപ്പം പോയത്, ആ ചെക്കൻ്റെ ഒപ്പം, ആ കോന്തന്റെ ഒപ്പം എന്ന് പറയുമ്പോൾ എന്തൊരു സ്നേഹ, എന്തൊരു ഇഷ്ട, എന്തൊരു ലവ്വ, എന്തൊരു കെയറ എന്നൊക്കെ പറയും പെൺകുട്ടികൾ. ഇപ്പുറത്തുനിന്ന് ഇവനോടോ അത് മറ്റേ ആ കുടുംബത്തിൽ പറഞ്ഞതാണ്, ഇവിടെ ഉള്ളതാണ്, അതാണ് എന്നൊക്കെ പറയും. വാപ്പയൊക്കെ പറഞ്ഞാൽ ഇനി കോളല്ലാതെ ഞാൻ കെട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇവൻ വെല്ലുവിളിക്കുകയും ചെയ്യും. ഓക്കെ, ഈ വർക്ക് ചെയ്യുന്നത് മനുഷ്യന്റെ ശരീരത്തിലുള്ള ഒരു മെക്കാനിസമാണ്. അതിന് ഡോപ്പോമിൻ എന്ന് പറയും. പെണ്ണ് കെട്ടിയ ഞാനും എന്റെ ഭാര്യയും പരസ്പരം സ്നേഹം ഉണ്ടാകുന്നതോടുകൂടി ഉണ്ടാകേണ്ട ഒരു ഹോർമോണിനെ ഡോപ്പോമിൻ എന്നാണ് പറയാം. വേറെ കുറെ ഹോർമോണുകൾ ഉണ്ടാകും. ആ ഡോപ്പോമിൻ ഉണ്ടാകുന്നത് എന്തിനാണ്? ഇതെന്റെ പെണ്ണാണ്, വിട്ടുകൊടുക്കൂല, ഞാൻ സ്നേഹിക്കും, ഞാൻ ഇഷ്ടപ്പെടും, എന്റെ സ്വന്തം എന്ന് ആര് പറയണം? ഞാൻ പറയണം. ആരെ കുറിച്ച്? എന്റെ ഭാര്യയെ കുറിച്ച്. അവൾ പറയണം എന്ത്? ഇതെന്റെ ഇക്കയാണ്, ഇതെന്റെ ചേട്ടനാണ്, ഞാൻ ഇവനെ സംരക്ഷിക്കും, മറച്ചു വെക്കില്ല, ഒന്നും കൊടുക്കില്ല, എല്ലാം അവർ പറയും. അതിനുവേണ്ടി അള്ളാഹു സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ള ഒരു സംവിധാനമാകുന്ന ഹോർമോണുകൾ, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരീരം നിർവഹിക്കും. ആ ശരീരം മുന്നോട്ട് പോകും. പക്ഷെ ഡ്രൈവർ എന്ത് ചെയ്യണം? ഹലോ, അല്ല, പടച്ചോനാണ് ഇങ്ങനത്തെ ഒരു ഹോർമോൺ നിയന്ത്രിക്കുന്നതെങ്കിൽ കാഫിറുകളായ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് വേണോ ഇസ്ലാമിനെ വളർത്താൻ? വേണോ? എന്തോ ഇതെല്ലാ കാര്യങ്ങളും അള്ളാഹു ആണ് നിയന്ത്രിക്കുന്നത് എന്നാണല്ലോ ഇവര് പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു അഫാൻ എന്ന യുവാവ് പ്രണയിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അഫ്സാന എന്നാണെന്ന് തോന്നുന്നു. അല്ല, അഫ്സാൻ എൻ്റെ അനിയനാ, ഒരു പെൺകുട്ടി, ഇതുപോലത്തെ ഒരു പേര് തന്നെയാണ്. ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിൽ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായി കൊല ചെയ്തു. 24 തവണ ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം ചുറ്റികയ്ക്ക് ആ പെൺകുട്ടിയുടെ മുഖം അടിച്ച് വികൃതമാക്കി. ലഹരിക്കടിമയായിരുന്നില്ല യുവാവ്, എന്തെങ്കിലും പ്രേരണയാലായിരുന്നില്ല, വിരോധം കൊണ്ടായിരുന്നില്ല, തെറ്റിദ്ധാരണയോ തന്നെ ചതിക്കുമെന്നോ ചതിച്ചു എന്നോ ഒന്നും മനസ്സിലാക്കിയിട്ടായിരുന്നില്ല. എന്തേ പടച്ചോന് നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നോ? പടച്ചോനത് നിയന്ത്രിക്കാൻ കഴിയണമായിരുന്നില്ലേ? എന്നിട്ട് പടച്ചോനാണ് ഈ പ്രണയത്തിന്റെ ഹോർമോണുകൾ നിയന്ത്രിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ.